നിങ്ങളുടെ വായിൽ പല്ലുണ്ടോ? നിങ്ങളുടെ പല്ലിൽ ഉപ്പുണ്ടോ? ഹായ് മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പല്ലിന്റെ ഡയഗ്രാം അല്ലെങ്കിൽ പല്ലിന്റെ സ്ട്രക്ചർ എന്നുള്ളത്. നോർമലി പല്ലിന്റെ സ്ട്രക്ചർ തന്നിട്ട് നമ്മളോട് പാർട്സ് ലേബൽ ചെയ്യാൻ ഒട്ടുമിക്ക എല്ലാ എക്സാംസിനും നമ്മളോട് ചോദിക്കുന്നതാണ്. സോ നമുക്ക് ഇന്ന് പല്ലിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് പല്ലുകളെ കാണാം. ഇൻസിസർ ഉണ്ട്, കെനൈൻ ഉണ്ട്, പ്രീമോളാർ ഉണ്ട്, മോളാർ ഉണ്ട്. സോ ഈ പല്ലുകളെ നമ്മൾ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ ഇൻസിസർ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ പല്ലിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, രണ്ടാമത്തെ കെനൈൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാമ്പയർ ടീത്ത് എന്ന് നമ്മൾ പറയുന്ന ഒരു ടീത്താണ്. കുറച്ചും കൂടെ പോയിന്റഡ് ആയിട്ട് വരുന്ന ഒരു ടീത്താണ്. ഓക്കെ, പിന്നെ നമുക്ക് പ്രീമോളാറും കാണാൻ പറ്റും, മോളാറും കാണാൻ പറ്റും. ഇവർ നോർമലി നമുക്ക് ച്യൂ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നവരാണ്. ഓക്കെ, സോ നമ്മളോട് എക്സാമിന് ചോദിക്കുക ഈ ഒരു പല്ലിന്റെ ഡയഗ്രാം തന്നിട്ട് അതിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ വേണ്ടി ഒട്ടുമിക്ക എല്ലാ എക്സാമിനും നമ്മളോട് ചോദിക്കും. ഓക്കെ, സോ മിസ് ഇന്ന് ഇതിന്റെ ഡയഗ്രാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സോ നമുക്ക് ഔട്ടർ മോസ്റ്റ് ആയിട്ടൊരു വെള്ള ഭാഗം നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഇനാമൽ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, പിന്നെ നിങ്ങളൊരു മഞ്ഞ കളറിൽ അതിന്റെ താഴെ കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഡെൻഡൈൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ആൻഡ് നിങ്ങൾ മൂന്നാമത് നമുക്കൊരു ലെയർ കാണാൻ വേണ്ടി പറ്റും, ഇതാണ് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ ഈ പൾപ്പ് ക്യാവിറ്റി കുറച്ച് റെഡ് കളറിലായിരിക്കും കാണുന്നുണ്ടാവുക. സോ ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ടും ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ഒരു റൂട്ട് ഹോൾഡ് ചെയ്യാൻ, ഈ പല്ലിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു 4ാമത്തെ ഭാഗമുണ്ട്, ഇവനാണ് നമ്മുടെ സിമെന്റം എന്ന് പറയുന്നത്. സോ ഈ 4 ഭാഗങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ലേബൽ ചെയ്യാൻ പഠിക്കണം. ഇനി നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് കൂടി കാണാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഇനാമൽ എന്ന ഭാഗമുണ്ട്. ഇനാമൽ കുറച്ചുകൂടെ വൈറ്റ് കളറിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് നമ്മുടെ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, പിന്നെ ഇത് നോർമലി ഈ ഒരു ക്രൗൺ പോർഷനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇതൊരു നോൺ ലിവിങ് ടിഷ്യൂ ആണ്. അങ്ങനെ ലിവിങ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, ഒരു നോൺ ലിവിങ് ടിഷ്യൂ ആണെന്ന് ഓർത്ത് വെക്കണം. ഇനി രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഡെൻഡൈനെ നമ്മൾ കൂടുതലായിട്ടും പറയുക ലിവിങ് ടിഷ്യൂ എന്നാ പറയാം. അപ്പോൾ ഇനാമലിന്റെ തൊട്ട് താഴെയായിരിക്കും നമുക്ക് ഈ ഒരു മഞ്ഞ കളറിലുള്ള ഡെൻഡൈൻ എന്ന് പറയുന്ന ഭാഗം കാണാൻ പറ്റും. ഓക്കെ, സോ ഇവരാണ് മേജർ പാർട്ട് ഓഫ് ദ ടൂത്തിലും ഉണ്ടാവുന്നത്. ഇനി നമുക്കുള്ള ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ റെഡ് കളറിൽ കുറച്ച് ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്ന ഭാഗമാണ് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. ഈ പൾപ്പ് ക്യാവിറ്റീനെ നമ്മൾ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവരുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നറിഷിംഗ് ദ ടൂത്ത് എന്നതാണ്. ഓക്കെ അല്ലേ, ഇനി നമുക്ക് 4ാമത്തെ ഫൈനൽ പാർട്ടാണ് നമ്മുടെ സിമെന്റം എന്ന് പറയുന്നത്. അത് നമ്മളുടെ ആ ഒരു പല്ലിനെ ഹോൾഡ് ചെയ്യാൻ, ആ സോക്കറ്റിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ്. സോ ഇറ്റ് കവേഴ്സ് ദ റൂട്ട് ആണ്, ഇതാണ് നമ്മുടെ റൂട്ട് പോർഷൻ. ഈ റൂട്ട് പോർഷനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് സിമെന്റം കാണാൻ പറ്റും. ഓക്കെ, സോ അവരുടെ ഫംഗ്ഷൻ ആങ്കർ ദ ടൂത്ത് ഫിർംലി ഇൻ ടു ദ സോക്കറ്റ് എന്നാണ്. സോ ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. സോ അതിൻ്റെ ഫംഗ്ഷൻസോടെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.